ഈ കള്ളന്മാർ എത്രയെല്ലാം പ്ലാൻ ചെയ്ത് പ്രൊഫഷണലായി മോഷണം നടത്തിയാലും ചില സമയങ്ങളിൽ അത് പാളിപ്പോകും. അങ്ങനെ പ്ലാൻ ചെയ്ത് മോഷണം പാളിപ്പോയ ചില വീഡിയോസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പാകിസ്ഥാനിൽ ഒരു കള്ളൻ ഒരു വണ്ടി മോഷ്ടിക്കാൻ നോക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് അയാൾ മനസ്സിലാക്കിയത് ആ വണ്ടിയുടെ തൊട്ടടുത്ത് CCTV ക്യാമറ ഉണ്ടായിരുന്നു എന്ന്. പെട്ടെന്ന് അയാൾ അവിടെ നിന്നും പോയി. താൻ പെട്ടുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കള്ളൻ ഒരു അതിബുദ്ധി കാണിച്ചു. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. ദാ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് കള്ളന്മാർ ഇവിടെയുള്ള ലാപ്ടോപ്പ് മോഷ്ടിക്കാനായി വരികയാണ്. എന്നാൽ അവിടെ ക്യാമറ ഉണ്ടെന്ന് തൊട്ടടുത്തുള്ള ഒരു കള്ളൻ വിളിച്ചു പറഞ്ഞു. കാര്യം മനസ്സിലാക്കിയപ്പോൾ രണ്ടുപേരും അവിടെ നിന്നും സ്ഥലം വിട്ടു എന്ന് വിചാരിച്ചപ്പോൾ ദാ വരുന്നു പിന്നെയും, അതും ആ സെയിം ഡ്രസ്സ് ഇട്ട് തന്നെ. ഇവർ സത്യത്തിൽ മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണോ? ഈ വീഡിയോ കാണുമ്പോൾ ഈ വീട്ടിലെ ചെറുക്കനാണെന്ന് തോന്നും. എങ്കിൽ അങ്ങനെയല്ല, ഇതൊരു കള്ളനാണ്. വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ട് സൈക്കിളെങ്കിൽ സൈക്കിൾ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നാൽ വീട്ടിലെ ഹൗസ് ഓണർ അകത്തിരുന്ന് CCTVയിൽ ഇത് കാണുകയും പുറത്തിറങ്ങി അയാളെ പുറകെ വെച്ച് പിടിക്കുകയും ചെയ്തു. അയാളെ പഞ്ഞി കിട്ടോ എന്നറിയില്ല, പക്ഷെ സൈക്കിളുമായാണ് ഹൗസ് ഓണർ തിരിച്ചു വന്നത്. ഹൈദരാബാദിൽ രണ്ട് കള്ളന്മാർ അവിടെയുള്ള HDFC ബാങ്കിലെ ATM മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. വളരെ വലിയ പ്ലാനോടുകൂടി വെട്ടുകത്തി, പാര എന്നിവയോടെ ATM കുത്തി തുറന്നു അകത്ത് കയറി. പക്ഷെ ഇതാരോ പോലീസിനെ അറിയിച്ചു. മോഷണം കഴിഞ്ഞ് ഷട്ടർ തുറന്നു വന്നപ്പോൾ ചേട്ടന്മാരെ കാത്തിരുന്നത് പോലീസിന്റെ ഒരു വലിയ പട തന്നെ ആയിരുന്നു. വിയറ്റ്നാമിൽ നടന്ന ഒരു രസകരമായ മോഷണമാണിത്. ബൈക്കിലെത്തിയ മോഷ്ടാവ് വീട്ടിൽ ആരും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വീടിന് ഫ്രണ്ടിലുള്ള കറുപ്പട്ട ബണ്ടിൽ നൈസായിട്ട് ബൈക്കിലെടുത്ത് വെച്ചു. എന്നാൽ അപ്പോഴത്തേക്കും ഹോൺ അടിക്കാൻ തുടങ്ങി. പുള്ളി അത് കാര്യമാക്കാതെ രണ്ടാമത്തെ ബണ്ടിലും എടുത്ത് വണ്ടിയിൽ വെച്ച് രക്ഷപ്പെടാമെന്ന് വെച്ചപ്പോഴോ ദാ ഇങ്ങനെ. വേറെ നിവർത്തിയില്ലാതെ ഈ കള്ളൻ ഒന്ന് മാത്രം അവിടെ ഇട്ടിട്ട് പോകുന്നു. ഒരു മോഷണം നടത്താൻ കറക്റ്റ് ടൈമിങ്ങും നല്ല പ്ലാനിങ്ങും പിന്നെ അത് നടത്താനുള്ള കഴിവും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ മോഷണം പാളിപ്പോകും. അത്തരത്തിൽ പാളിപ്പോയ ഒരു മോഷണമാണിതാ ഇത്. ഒരു വ്യക്തി നേരെ മാളിൽ കയറി കയ്യിൽ കിട്ടിയ ഒരു സാധനം എടുത്ത് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. കാറിൽ കയറി സാധനം വെച്ചു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ പുറകെ വന്ന ഹൗസ് ഓണർ താൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയം നോക്കി ഈ സാധനം ഈസിയായി എടുത്തു. എങ്കിൽ പിന്നെ പുള്ളി എന്തിനാണ് ഇത്രയും പാടുപെട്ട് ഓടിയത്? ഇവിടുത്തെ ഒരു ലേഡി മോതിരം വാങ്ങുന്നതിനായി ഒരു ജ്വല്ലറിയിലേക്ക് എത്തി. സെയിൽസ്മാനോട് തനിക്ക് കുറച്ച് മോതിരങ്ങൾ കാണിക്കാൻ പറഞ്ഞു. എന്നാൽ അയാൾ അറിയാതെ ആ ലേഡി ഒരു മോതിരം വായിലാക്കി. തുടർന്ന് വീണ്ടും ഒരു മോതിരം കൂടി ആ ലേഡി വായിലാക്കി. അങ്ങനെ ലേഡി പോയ ശേഷം മോതിരം കുറഞ്ഞുവെന്ന് മനസ്സിലാക്കിയപ്പോൾ സെയിൽസ്മാൻ CCTV ക്യാമറ ചെക്ക് ചെയ്തപ്പോഴാണ് കാര്യം മനസ്സിലായത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിലെ കുറച്ച് കള്ളന്മാർ കളക്ടറുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറി. വീട്ടിൽ പൂത്ത കാശ് കാണും എന്ന് വിചാരിച്ചാണ് അവർ മോഷണത്തിന് കയറിയത്. പക്ഷെ അവർക്ക് തെറ്റി. അവിടെ ഒരു സാധനങ്ങളുമില്ല. ഒരു സാധനങ്ങളും ഇല്ല എന്ന് മാത്രമല്ല, ഉള്ളതിനാണെങ്കിൽ യാതൊരു വിലയുമില്ല. ഇതോടെ കള്ളന്മാർ കളക്ടർക്ക് നേരിട്ട് കൊടുക്കേണ്ട ഒരു കത്ത് ആ റൂമിൽ എഴുതി വെച്ചു. അത് ഇങ്ങനെയായിരുന്നു: വീട്ടിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ഈ വീടിന് പൂട്ടും താക്കോലും? ഇവിടെ ഒരു യൂട്യൂബർ കള്ളന്മാർക്ക് ഒരു പ്രാങ്ക് കൊടുക്കുകയാണ്. അതായത് ഈ വണ്ടിയിൽ വില കൂടിയ ഒരു TV വെച്ചിട്ട് ഈ യൂട്യൂബർ ഒളിച്ചു നിൽക്കുന്നു. TV കാണുന്ന കള്ളന്മാർ ഇത് എടുക്കാനായി വാനിലേക്ക് കയറുന്നു. ആ സമയം ഈ യൂട്യൂബർ ഇതിന്റെ ഡോർ ക്ലോസ് ആക്കിയിട്ട് വണ്ടി എടുത്ത് വിടുന്നു. വണ്ടി വിട്ടതോ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട്. ഇതുപോലെ മറ്റൊരു കള്ളനെ കുടുക്കുന്നു. എന്നാൽ അയാളെ കൊണ്ടുവിട്ടതോ ഒരു കുളത്തിലേക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്ര മാത്രമാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ see you.